ബത്തേരി, കോഴിക്കോട്, മാനന്തവാടി രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദൃശ്യാവിഷ്കാരത്തോടുകൂടിയ 40-ാം വെള്ളിയിലെ വിശുദ്ധ കുരിശിന്റെ വഴി വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ബത്തേരി സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി പൂമാല ഹോളിക്രോസ് ദേവാലയം വഴിയാണ് സമാപിച്ചത്. ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് നൽകിയ ആമുഖ സന്ദേശത്തോടെയാണ് ദൃശ്യാവിഷ്കാരത്തോടുകൂടിയ കുരിശിന്റെ വഴി ആരംഭിച്ചത്. ബത്തേരി, കോഴിക്കോട്, മാനന്തവാടി രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന കുരിശിന്റെ വഴി ശ്രദ്ധേയമായി. യേശുക്രിസ്തു കടന്നുപോയ പീഡാസഹനങ്ങളിലെ പ്രധാന സംഭവങ്ങൾ കുരിശിന്റെ വഴിയിൽ ദൃശ്യാവിഷ്കരിച്ചത് പാപപരിഹാര യാത്രയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. കുരിശ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ വലിയ വാഗ്ദാനമാണെന്ന് ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് സന്ദേശമധ്യേ വ്യക്തമാക്കി. മാത്രമല്ല, കുരിശ് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ ആവിഷ്കരണവും സ്വർഗീയ സമ്മാനവുമാണെന്നും ഡോക്ടർ ജോസഫ് മാർ തോമസ് കൂട്ടിച്ചേർത്തു. കുരിശിലൂടെ കടന്നുവന്നത് ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണെന്ന് പറഞ്ഞ ഡോക്ടർ ജോസഫ് മാർ തോമസ് ആ സ്നേഹം ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കാനുള്ള ആഹ്വാനം കൂടിയാണെന്ന് വിശദമാക്കി. ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്ന ഈ മനോഹരമായ കുരിശ് നമുക്ക് അറിയാവുന്നതുപോലെ മനുഷ്യ രക്ഷയുടെ വാഗ്ദാനം കൂടിയാണ്. പിതാവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളെ പരിഹരിച്ച് നമ്മെ മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്ത പ്രത്യാശയുടെ കുരിശ് ഈ പീഡാനുഭവ കാലത്ത് നാം കൈകളിൽ ധരിച്ചുകൊണ്ട് ഈ പ്രദേശത്തുകൂടി പ്രാർത്ഥന നിരന്തരമായിട്ട് കടന്നു പോകുമ്പോൾ നാം ദൈവസന്നിധിയിൽ വിശുദ്ധി പ്രാപിക്കുന്നവരായി, സ്നേഹത്തിന്റെ വലിയ സാക്ഷ്യപ്പെടുന്നവരായി, ഈ ലോകജീവിതത്തിനപ്പുറത്തുള്ള നിത്യജാവിന്റെ പ്രത്യാശ സ്വന്തമാക്കുന്ന ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നാം സാക്ഷിക്കുകയും ഏറ്റുപറയുകയും വന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പീഡാസഹനങ്ങൾക്ക് മുന്നോടിയായി യേശു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതും യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുക്കുന്ന സംഭവങ്ങൾ മുതലാണ് കുരിശിന്റെ വഴി ദൃശ്യാവിഷ്കാരം ആരംഭിച്ചത്. തുടർന്ന് കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളും കുരിശിന്റെ വഴി പ്രാർത്ഥനകളോടും ഗാനങ്ങളോടും പശ്ചാത്തല ശബ്ദങ്ങളോടും കൂടെ ആവിഷ്കരിച്ചു. വിശ്വാസികൾ കുരിശുകൾ കൈയിലേന്തി ഭക്തിപൂർവ്വം 40-ാം വെള്ളി ആചരണത്തിൽ പങ്കുകൊണ്ടു. പീഡാസഹനങ്ങളുടെ ദൃശ്യാവിഷ്കാരം വിശ്വാസികളെ തീക്ഷ്ണതയോടെ പാപപരിഹാര യാത്രയിൽ പങ്കുകൊള്ളാൻ സഹായിച്ചു. വിശ്വാസികളും വൈദികരും ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് ഉൾപ്പെടെയുള്ളവരും വലിയ കുരിശ് ചുമന്ന് നീങ്ങിയതും ശ്രദ്ധേയമായി. ബത്തേരി സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി പൂമല ഹോളിക്രോസ് ദേവാലയത്തിലാണ് സമാപിച്ചത്. യേശുവിനെ കുരിശിൽ തറച്ച യഥാർത്ഥ കുരിശിന്റെ തിരുശേഷിപ്പിന്റെ വണക്കത്തോടെയാണ് കുരിശിന്റെ വഴി സമാപിച്ചത്. കോഴിക്കോട് വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജിയോൾസൺ പുത്തൻവീട്ടിൽ സമാപന സന്ദേശം നൽകി. ഷെക്കിന ന്യൂസ്, വയനാട്.